ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള റാങ്കിൻ്റെയും റോ എക്കലോൺ ഫോമിൻ്റെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റിലേക്കാണ് ഈ വീഡിയോൻ്റെ സോൾവ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് തിയറി വേണ്ട, ആ ക്വസ്റ്റ്യൻ ആണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ നേരെ ആ ഭാഗത്തിലേക്ക് സ്കിപ്പ് ചെയ്താൽ മതി, ലാസ്റ്റിലേക്ക് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് തിയറിയും കൂടി അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മൊത്തത്തിൽ ആദ്യം മുതൽ ഇരുന്ന് കണ്ടോളൂ. തിയറി വേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ മാത്രം മതി എന്ന് വെച്ചാൽ നിങ്ങൾ ലാസ്റ്റിലേക്ക് സ്കിപ്പ് ചെയ്തോളൂ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S1കാരുടെ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് എന്നുള്ള പേപ്പറാണ്. ഓക്കെ, ഇത് ഗ്രൂപ്പ് ബി ആൻഡ് സിക്കാർക്ക് കോമൺ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പം ഇതിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ റോ എക്ലോൺ ഫോം ആൻഡ് റാങ്ക് ഓഫ് എ മെട്രിക്സ്, ഈ രണ്ട് ടോപ്പിക്സും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളിന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ PYQ ഒക്കെ സോൾവ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ, ഈ റാങ്കും റോ എക്ലോൺ ഫോം ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനൊക്കെ നമ്മളിതിൽ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ റോ എക്ലോൺ ഫോം എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു മെട്രിക്സ് തരും, എന്നിട്ട് നമ്മളോട് ചോദിക്കും ഈ മെട്രിക്സ് റോ എക്ലോൺ ഫോമിലാണോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ റോ എക്ലോൺ ഫോമിലാവണമെങ്കിൽ ആ മെട്രിക്സ് 3 കണ്ടീഷൻസ് ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ 3 കണ്ടീഷൻസ് ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് പറയുക, ആ മെട്രിക്സ് റോ എക്ലോൺ ഫോമിലാണെന്ന് പറയുള്ളൂ. അപ്പോൾ നോക്കിക്കേ, ഒരു മെട്രിക്സ് നിങ്ങൾക്ക് തരും. ആദ്യത്തെ കണ്ടീഷൻ എന്താ? ഇഫ് എ റോ ഡസ് നോട്ട് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് സീറോസ്. അതായത് ഇത് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഇപ്പം നിങ്ങൾക്കൊരു മെട്രിക്സ് ആണ്, അതിലിപ്പോൾ ഇതാ ഇങ്ങനെ വന്ന് 0 0 0 0 ഇങ്ങനെ വരാൻ പാടില്ല. അതായത് 0 0 1 0 0 0 എന്നോ അല്ലെങ്കിൽ 0 0 2 2 0 എന്നോ അല്ലെങ്കിൽ 0 1 2 3 എന്നോ അങ്ങനെ എന്തെങ്കിലും വരുന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് ഇഫ് എ റോ ഡസ് നോട്ട് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് സീറോസ്, അതായത് 0 മൊത്തമായിട്ട് കൺസിസ്റ്റ് ചെയ്യുന്ന റോനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരാം, അങ്ങനെയുള്ളൊരു റോ വരാം, അതിനെ പറ്റിയല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? 0 അല്ലാത്ത, മൊത്തം 0 അല്ലാത്ത റോസ് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള റോസ് ഉണ്ടെങ്കിൽ ആ റോയിൻ്റെ ഫസ്റ്റ് നോൺ സീറോ നമ്പർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ആ റോയിൻ്റെ ഫസ്റ്റ് നോൺ സീറോ നമ്പർ 1 ആയിരിക്കണം. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ മൊത്തം 0 ആയിട്ടുള്ള റോ എക്ലോൺ ഫോമിൽ വരാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ഉള്ള റോനെ പറ്റിയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ മൊത്തം എൻട്രി 0 അല്ലാത്ത ഒരു റോനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് അവിടെ എന്താണ്, അവിടുത്തെ ഫസ്റ്റത്തെ നമ്പർ നോൺ സീറോ നമ്പർ 1 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കുക, ഇവിടുത്തെ റോൻ്റെ ആദ്യത്തെ നോൺ സീറോ നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടുത്തെ റോൻ്റെ ആദ്യത്തെ നോൺ സീറോ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടുത്തെ റോൻ്റെ ആദ്യത്തെ നോൺ സീറോ നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഈ മെട്രിക്സിൻ്റെ ആദ്യത്തെ നോൺ സീറോ നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഈ മെട്രിക്സിൻ്റെ ആദ്യത്തെ നോൺ സീറോ നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ എന്താണ്, ഇത് മൊത്തത്തിൽ 0 0 0 ആയിട്ടുള്ള ഒരു റോ ആണ്, നോൺ സീറോ ആയിട്ടുള്ള റോ അല്ലല്ലോ. പക്ഷേ നോക്കിക്കേ, ഇത് 0 0 എന്നുള്ളൊരു റോ ഇവിടെ ഉള്ളതുകൊണ്ട് പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ളൊരു റോ വരാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന ഏത് റോനെ പറ്റിയിട്ടാണ്? നമ്മൾ മൊത്തം എൻട്രി 0 അല്ലാത്തൊരു റോനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തം എൻട്രി 0 അല്ലാത്ത റോ എടുക്കുമ്പോൾ അവിടുത്തെ ഫസ്റ്റത്തെ എൻട്രി എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഈ റോയിൻ്റെ ഫസ്റ്റത്തെ നോൺ സീറോ എൻട്രി എന്താണ്? 1 അല്ലേ. ഫസ്റ്റത്തെ എൻട്രി 0 ആണെങ്കിലും ഇവിടെ നോക്കിക്കേ, ആദ്യം തുടങ്ങുന്ന നോൺ സീറോ നമ്പർ എന്താണ്? അത് 1 അല്ലേ. അതുപോലെ തന്നെ ഈ റോയിൻ്റെയും ആദ്യത്തെ നോൺ സീറോ ആയിട്ടുള്ള നമ്പർ ഏതാണ്? അത് 1 ആണ്. അതുപോലെ തന്നെ ഈ റോയിൻ്റെയും ആദ്യത്തെ നോൺ സീറോ നമ്പർ 1 ആണ്. ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ വെച്ചാൽ, ഇഫ് ദർ ആർ എനി റോസ് ദാറ്റ് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് സീറോസ് ദെൻ ദേ ആർ ഗ്രൂപ്പ് ടുഗെദർ. അതായത് ഇനിയാണ് നമ്മൾ മൊത്തത്തിൽ 0 ആയിട്ടുള്ള ഒരു റോനെ പറ്റി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള എൻട്രി 0 ആയിട്ടുള്ള ഏതെങ്കിലും റോ ഉണ്ടെങ്കിൽ അവരെ എപ്പോഴും നമ്മൾ താഴെ ബോട്ടം ഓഫ് ദ മെട്രിക്സിലായിരിക്കണം ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഇതാ നോക്കിക്കേ, ഇവിടെ കണ്ടോ, ഇവിടുത്തെ ഈ മെട്രിക്സിൽ കണ്ടോ 0 ആയിട്ടുള്ള ഒരു റോ ഉണ്ട്, അതിന് ഏറ്റവും അവസാനമാണ് വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ട്, 1 1 0 0 0 0 0 1 0 ഇങ്ങനെ വരാൻ പാടില്ല. അതായത് 0 ആയിട്ടുള്ള ഒരു റോ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് ഏറ്റവും അവസാനമായിരിക്കണം പ്ലേസ് ചെയ്തിരിക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം, 1 1 0 0 1 0 0 0 0 0 0 0. ഇതാ ഒന്നിലധികം റോസ് വേണമെങ്കിൽ 0 0 ആയിട്ട് വരാം, പക്ഷെ കുഴപ്പമില്ല, അതെവിടെ വെക്കണം? അത് ഏറ്റവും അവസാനമായിരിക്കണം ആ മെട്രിക്സിൻ്റെ ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ 0 ആയിട്ടുള്ള റോസ് ഉണ്ടെങ്കിൽ അത് എവിടെയായിരിക്കണം? അത് ഏറ്റവും അവസാനമായിരിക്കണം വേണ്ടത്. In any two successive rows that do not consist entirely of zeros, the leading one in the lower row occurs farther to the right than the leading one in the higher row. ഇത് ഉദ്ദേശം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു റോ എടുത്തു, ആ റോ എടുത്തിട്ട് അതിൽ ഫസ്റ്റത്തെ നോൺ സീറോ എൻട്രി, അതായത് ലീഡിങ് വൺ എവിടെയാണ്? ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള റോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റത്തെ നോൺ സീറോ നമ്പർ ഒരിക്കലും എവിടെ ഒക്കർ ചെയ്യാൻ പാടില്ല? ഈ 1ൻ്റെ താഴെ ഒക്കർ ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ അത് എവിടെ ഒക്കർ ചെയ്യണം? ഒന്നെങ്കിൽ ഇവിടെ,
അല്ലെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ. അപ്പോൾ ഇവിടെ ഒക്കർ ചെയ്തിരിക്കുന്ന ഈ പൊസിഷനിലാണ്, അത് ഓക്കെ ആണല്ലോ, കാരണം ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ടല്ല ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത റോ എടുക്കുന്ന സമയത്തും, ഇപ്പോൾ നമ്മൾ തേർഡ് റോ എടുക്കുന്ന സമയത്ത് തേർഡ് റോൻ്റെ ലീഡിങ് വണ്ണ് എവിടെ വരാൻ പാടില്ല? അതൊരിക്കലും ഇവിടെയും വരാൻ പാടില്ല, ഇവിടെയും വരാൻ പാടില്ല. കാരണം എന്താണ്? ഈ ലീഡിങ് വണ്ണ്, ഈ റോൻ്റെ ലീഡിങ് വണ്ണ് ഇവിടെയുള്ളത്. അപ്പോൾ അതിന് താഴെയുള്ള 2 എൻട്രീസിൽ എന്ത് വരാൻ പാടില്ല? ആ ലീഡിങ് വണ്ണ് വരാൻ പാടില്ല. സെക്കൻഡ് റോൻ്റെ ലീഡിങ് വണ്ണ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അതിന് തൊട്ട് താഴെയുള്ളതിലും വരാൻ പാടില്ല. അപ്പോൾ അത് ഒന്നെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം, ഇവിടെ വരാം. അപ്പോൾ ഇവിടെയാണ് വന്നിരിക്കുന്നത്, പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇതൊന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മെട്രിക്സിൻ്റെ കാര്യം പറഞ്ഞത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ലീഡിങ് വണ്ണ് വന്നത് എവിടെയാണ്? ഇവിടെ ലീഡിങ് വണ്ണ് വന്നത് ഇവിടെയാണ്. അപ്പം നമുക്കറിയാം എന്ത് വരാൻ പാടില്ല? തൊട്ടടുത്ത റോൻ്റെ ലീഡിങ് വണ്ണ് ഇവിടെ വരാൻ പാടില്ല, ഇവിടെ വരാൻ പാടില്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വരാൻ പാടുള്ളൂ. സോ ഇത് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, കാരണം ഇവിടെ അല്ലേ നിൽക്കുന്നത്. ഇനി അടുത്ത റോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ റോയുടെ ലീഡിങ് വണ്ണ് ഒരിക്കലും എവിടെ വരാൻ പാടില്ല? ഇവിടെ വരാൻ പാടില്ല. കാരണം എന്താണ്? ഇവിടെയും വരാൻ പാടില്ല, ഇവിടെയും വരാൻ പാടില്ല. കാരണം ഇവിടുത്തെ ലീഡിങ് വണ്ണ് ഇതിന് മുകളിലുള്ള ലീഡിങ് വണ്ണ് കിടക്കുന്നത് ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് റൈറ്റ് സൈഡിലോട്ടായിരിക്കണം അടുത്ത റോൻ്റെ ലീഡിങ് വണ്ണ് വരേണ്ടത്. അപ്പോൾ നോക്കിക്കുക, അപ്പോൾ ചാൻസ് എവിടേക്കാണ് ഉള്ളത്? ഒന്നെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ. അപ്പോൾ ഇവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ല, കാരണം എന്താ വെച്ചാൽ ഈ വണ്ണിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണല്ലോ ഇത് കിടക്കുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇത് പറഞ്ഞത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്കൊരു മെട്രിക്സ് തന്നില്ല, അതിൽ ആദ്യത്തെ നോൺ സീറോ എൻട്രി ഇവിടെയാണെങ്കിൽ ആദ്യത്തെ റോൻ്റെ ആദ്യത്തെ നോൺ സീറോ എൻട്രി ഇവിടെയാണെങ്കിൽ രണ്ടാമത്തെ റോൻ്റെ നോൺ സീറോ എൻട്രി ഒരിക്കലും ഇതിന് തൊട്ട് താഴെ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ടേംസിൽ വരാൻ പാടില്ല. അത് എപ്പോഴും ഈ റൈറ്റ് സൈഡിലുള്ള ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഒക്യുപ്പൈ ചെയ്യണം. ഇവിടെയോ എവിടെയെങ്കിലും വേണേൽ ഒക്യുപ്പൈ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ സെക്കൻഡ് റോൻ്റെ 1 ഒക്കർ ചെയ്തത് ഇവിടെയാണെന്ന് വിചാരിച്ചോ, ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ തേർഡ് റോൻ്റെ 1 ഒരിക്കലും ഇവിടെ ഒക്കർ ചെയ്യരുത്. അതെവിടെ ഒക്കർ ചെയ്യാൻ പാടുള്ളൂ? ഒന്നെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ അതായത് ഈ റൈറ്റ് സൈഡിലോട്ട് മാത്രം ഒക്കർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ലീഡിങ് വണ്ണിൻ്റെ റൈറ്റ് സൈഡിലോട്ടായിരിക്കണം അതിന് തൊട്ടടുത്ത റോൻ്റെ വണ്ണുകളൊക്കെ ഒക്കർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ ലീഡിങ് വണ്ണ് ഇതാണെങ്കിൽ ഇവിടെ അങ്ങോട്ടേക്കായിരിക്കണം ഒക്കർ ചെയ്യാൻ പാടുള്ളത്. അപ്പോൾ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ മെട്രിക്സിനെ വിളിക്കും, ആ മെട്രിക്സ് റോ എക്ലോൺ ഫോമിലാണെന്ന് പറയും. ഈ 3 കണ്ടീഷൻസ് ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ഈ മെട്രിക്സ് എന്താണ്? റോ എക്ലോൺ ഫോമിലാണെന്നുള്ളത്. അപ്പം വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ റോ എക്ലോൺ ഫോമിൻ്റെ ഡെഫിനിഷൻ ഒന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതായത് പ്യുവർ മാത്സ് ഒക്കെ പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ 3 ഡെഫിനിഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 കണ്ടീഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീഡിങ് വണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇവിടെ ബിടെക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലീഡിങ് വൺ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതായത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ റോ എക്ലോൺ ഫോം എന്തിനാണ് പഠിക്കുന്നത്? നിങ്ങൾ റാങ്ക് കണ്ടുപിടിക്കാണ്, ഒരു മെട്രിക്സിൻ്റെ റാങ്ക്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടോപ്പിക്കിൽ പറഞ്ഞല്ലോ റാങ്ക് ഓഫ് മെട്രിക്സ് എന്നുള്ള ടോപ്പിക് നമ്മൾ എടുക്കാൻ പോകുന്നുണ്ട്. റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോ എക്ലോൺ ഫോം നമുക്ക് വേണ്ടത്. അവിടെ ഈ ലീഡിങ് വൺ എന്നുള്ള കണ്ടീഷൻ നമുക്ക് വലിയ ആവശ്യമില്ല. അതായത് ലീഡിങ് വണ്ണ് ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു നോൺ സീറോ നമ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ലീഡിങ് വണ്ണ് ആവണം തന്നെയില്ല, ഏതെങ്കിലും ഒരു നോൺ സീറോ നമ്പർ ആയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്താണ്, ആദ്യത്തെ കണ്ടീഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, രണ്ടാമത്തെ കണ്ടീഷനും മൂന്നാമത്തെ കണ്ടീഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ കണ്ടീഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ റോ എക്ലോൺ ഫോമിലുള്ളൊരു മെട്രിക്സ് കാണിച്ചാൽ 2 0 1 3 0 0 2 4 0 0 0 5. ഈ മെട്രിക്സ് റോ എക്ലോൺ ഫോമിലാണോ? നോക്കിക്കേ, 0 ആയിട്ടുള്ള റോസ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും അവസാനം ഗ്രൂപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. 0 ആയിട്ടുള്ള റോസ് ഒന്നും ഇല്ല. പിന്നെ പറഞ്ഞ കണ്ടീഷൻ എന്താണ്, ആദ്യത്തെ റോൻ്റെ ആദ്യത്തെ നോൺ സീറോ എൻട്രീൻ്റെ റൈറ്റ് സൈഡ് ആയിരിക്കണം അടുത്ത നോൺ സീറോ എൻട്രി വരേണ്ടത്. അപ്പോൾ നോക്കിക്കുക, ഒന്നുകിൽ ഇവിടെ വരാം, പക്ഷെ അവിടെ വന്നിട്ടില്ല. പിന്നെ എവിടെയാണ് വന്നിട്ടുള്ളത്? ഇവിടെയാണ്. കുഴപ്പമില്ല, ഇതിൻ്റെ റൈറ്റ് സൈഡിലല്ലേ ഇത് വന്ന്. അതുപോലെ തന്നെ രണ്ടാമത്തെ റോൻ്റെ ആദ്യത്തെ നോൺ സീറോ എൻട്രിയുടെ റൈറ്റിലായിരിക്കണം മൂന്നാമത്തെ റോൻ്റെ ആദ്യത്തെ നോൺ സീറോ എൻട്രി വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചത് എന്താണ്, ലീഡിങ് വണ്ണ് വരണം എന്നായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താണ്, അവിടെ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അത്, കാരണം നമുക്ക് കുറേ പ്രോബ്ലംസ് ആണ് ഇവിടെ സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഡിങ് വണ്ണ് വരണം എന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു നോൺ സീറോ നമ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഏത് കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? 0 റോസ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും അവസാനം ഉണ്ടാവണം. 0 ആയിട്ടുള്ള റോസ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും അവസാനം വരണം എന്നുള്ളതും. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, നോൺ സീറോ നമ്പർ പ്രിസീഡിങ് ആയിട്ടുള്ള റോൻ്റെ ഫസ്റ്റ് നോൺ സീറോ എൻട്രിയുടെ റൈറ്റ് സൈഡിലായിരിക്കണം ഇനി വരാൻ പോകുന്ന റോസിൻ്റെ ഒക്കെ എന്താണ്, ഫസ്റ്റ് നോൺ സീറോ എൻട്രി വരാൻ പാടുള്ളത്. ഓക്കെ,
അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 0 ആയിട്ടുള്ള റോ വരാണെങ്കിൽ അത് ഏറ്റവും അവസാനം പ്ലേസ് ചെയ്യണമെന്നും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു മെട്രിക്സ് എടുത്താൽ അതിൻ്റെ ആദ്യത്തെ നോൺ സീറോ എൻട്രിയുടെ റൈറ്റ് സൈഡിലോട്ടായിരിക്കണം ബാക്കിയുള്ള നോൺ സീറോ എൻട്രീസൊക്കെ വരേണ്ടത്. ഓക്കെ, ഇവിടെ ഒന്നും വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് റോ എക്ലോൺ ഫോമിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ റോ എക്ലോൺ ഫോം വെച്ചിട്ടാണ് നമ്മൾ ഇനി റാങ്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്ന ഡെഫിനേഷൻ ഇതാണ്. ഓക്കെ, അതായത് ഇറ്റ് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോ വെക്ടേഴ്സ് ഓഫ് ഇ. പക്ഷേ നമുക്ക് ആ ഡെഫിനേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത് എന്താ വെച്ചാൽ റാങ്ക് കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു മെട്രിക്സിനെ എന്താക്കുക, റോ എക്ലോൺ ഫോമിലേക്ക് ആക്കാം. എന്നിട്ട് അതിലെത്ര നോൺ സീറോ ആയിട്ടുള്ള റോസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് എന്താ കണ്ടുപിടിക്കുക, നോൺ സീറോ ആയിട്ടുള്ള എത്ര റോസ് ഉണ്ടോ അത്രയും തന്നെ ആയിരിക്കും അതിൻ്റെ റാങ്ക്. ഓക്കെ, നോൺ സീറോ ആയിട്ടുള്ള എത്ര റോസ് ഉണ്ടോ അത്രയും തന്നെയാണ് റാങ്ക്. അപ്പോൾ ഒരു മെട്രിക്സ് നിങ്ങൾക്ക് തരാണ്, ഒരു മെട്രിക്സ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ റാങ്ക് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം അതിനെ റോ എക്ലോൺ ഫോമിലേക്ക് ആക്കുക. റോ എക്ലോൺ ഫോമിൽ എത്ര നോൺ സീറോ ആയിട്ടുള്ള റോസ് ഉണ്ട് നോക്കുക, അത്രയും ആയിരിക്കും അതിൻ്റെ റാങ്ക്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു മെട്രിക്സിനെ റോ എക്ലോൺ ഫോമിലേക്ക് ആക്കുന്നത്? അത് ഗോസ് എലിമിനേഷനാണ്. അത് ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞു തരാം. ഇതിപ്പോൾ ഞാൻ എക്സാം ആണല്ലോ മൺഡേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു തിയറി, ഒരു റിവിഷൻ കണക്കേ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഗോസ് എലിമിനേഷൻ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അറിയില്ലെങ്കിൽ ഞാൻ വേറെ തന്നെ ഒരു വീഡിയോയിൽ ചെയ്തു തരാം. ഇതിപ്പം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ ഓൾറെഡി അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും ഈ വീഡിയോയ്ക്ക്. എന്തായാലും ഗോസ് എലിമിനേഷൻ ഞാൻ വേറൊരു വീഡിയോ തന്നെ ചെയ്തു തരാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഇതിപ്പോൾ മൺഡേ എക്സാം ആയതുകൊണ്ട് നിങ്ങൾക്ക് PYQ സോൾവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് തിയറിയും കാര്യങ്ങളാണ് പറയുന്നത്. സോ ഇതാണ് റാങ്കിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ റോ എക്ലോൺ ഫോമിലേക്ക് ആക്കണമെങ്കിൽ നമുക്ക് ഗോസ് എലിമിനേഷൻ വേണം. അത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോ തന്നെ ആയിട്ട് ചെയ്യാം. സോ അപ്പം റാങ്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ റോ എക്ലോൺ ഫോമിലേക്ക് ആക്കുക. റോ എക്ലോൺ ഫോമിൽ നമ്പർ ഓഫ് നോൺ സീറോ ആയിട്ടുള്ള റോസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റാങ്ക് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഗുലർ എക്സാമിനേഷൻ ഡിസംബർ 2024 ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, റാങ്ക് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം നമ്മൾ ആ മെട്രിക്സ് അതുപോലെ തന്നെ എഴുതാം. ഓക്കെ, 2 1 -1 0 3 -2 2 4 -3 നമ്മൾ ആ മെട്രിക്സ് അതുപോലെ തന്നെ എഴുതി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഈ മെട്രിക്സിലെ ആദ്യത്തെ റോയിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രി എവിടെയാണെന്ന് നോക്കും. ആദ്യത്തെ റോയിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രി എവിടെയാണെന്ന് നോക്കുക. അപ്പോൾ അതെന്താണ്, അത് 2 ആണ്. ഓക്കെ, ആദ്യത്തെ നോൺ സീറോ എൻട്രി 2 ആണ്. സോ 2 ആണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് തൊട്ട് താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആണോ നോക്കുക. അതായത് 2ന് തൊട്ട് താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആണോ നോക്കുക. ഇത് ഓൾറെഡി 0 ആണ്, ഇവിടെ 0 അല്ല. അപ്പോൾ നമ്മൾ ഇതിന് 0 ആക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ R1ലുള്ള ഒരു എലമെൻറ്റിന്, അതായത് R1ലുള്ള ഒരു എലമെൻറ്റിൻ്റെ താഴെയുള്ള എലമെൻറ്റ്സിനല്ലേ 0 ആക്കാൻ നോക്കുന്നത്. സോ R1 യൂസ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ ഓപ്പറേഷൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ R2ൽ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നം എവിടെയുള്ളത്, ഈ R3യിലാണ് പ്രശ്നമുള്ളത്. അപ്പോൾ നമ്മൾ എന്താക്കും, നമ്മൾ R3നെ ഇനി മാറ്റാൻ പോവാണ്. സോ R3നെ നമ്മൾ R1ൻ്റെ എന്തോ ഒരു ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട്, R1 യൂസ് ചെയ്തിട്ട് എന്തോ ഒരു ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ R3നെ മാറ്റാൻ പോകണം. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഇവിടെയുള്ള ടേം എന്താണ്, അത് 2 ആണ്. ഈ 2നെയല്ല നമുക്ക് 0 ആക്കണ്ടേ, അതായത് ഈ 2നെയാണ് നമുക്ക് 0 ആക്കാനുള്ളത്. അപ്പോൾ നോക്കിക്കേ, 2വിനോട് എന്തോ ഒന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം, 0 കിട്ടണം. അത് ഒബ്വിയസ്ലി 2 ആണെന്ന് നമുക്കറിയാമല്ലോ. 2വിനോട് 2 മൈനസ് ചെയ്താലല്ലേ 0 കിട്ടുള്ളൂ. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഇവിടെ R1നെ യൂസ് ചെയ്തിട്ടാണല്ലോ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ളത്. R1നെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ R3നെ 0 ആക്കാൻ, R3യിലുള്ള ഈ ഒരു എലമെൻറ്റിനെ 0 ആക്കാൻ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഓൾറെഡി R3യിലുള്ള എലമെൻറ്റ് 2 ആണ്, R1ലുള്ള എലമെൻറ്റും 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, R3 മൈനസ് R1 എന്ന് അങ്ങനെ എഴുതിയാൽ മതി. സോ R3 ചേഞ്ചസ് ടു R3 മൈനസ് R1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ റോയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, സെക്കൻഡ് റോയിലും പ്രത്യേകിച്ച് മാറ്റങ്ങളുമില്ല, തേർഡ് റോയിലാണ് മാറ്റം വരാൻ പോകുന്നത്. സോ ആ മാറ്റം എന്താണ് നോക്കിക്കേ, R3യിലുള്ള എലമെൻറ്റ് ഏതാണ്, 2 മൈനസ് R1ന് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്ന എലമെൻറ്റ് 2 ആണ്. സോ 2 മൈനസ് 2 അത് 0 ആണ്. സോ ഇവിടെ എന്ത് വന്നു, 0 എന്ന് വന്നു. ഇനി നോക്കിക്കേ, അടുത്തത് ഇവിടെ R3ക്ക് നിൽക്കുന്ന നമ്പർ, R3യിൽ നിൽക്കുന്ന നമ്പർ എന്താണ്, അത് 4 ആണ്.
4ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കിടക്കുന്ന നമ്പർ 1 ആണ്. സോ 1, 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3. സോ ഇവിടെ വരുന്ന നമ്പർ ഏതാണ്? അത് 3 ആണ്. ഇനി R3യിൽ ഇവിടെ നിൽക്കുന്ന നമ്പർ -3 ആണ്. സോ -3 മൈനസ് R1ൽ അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്ന നമ്പർ -1 ആണ്. സോ -3 മൈനസ് ഓഫ് -1. അപ്പോൾ -3 + 1. അപ്പോൾ അതെന്തായിട്ട് മാറി? -2 ആയിട്ട് മാറി. സോ ഇതെന്താണ്? -2 ആണ്. സോ നോക്കിക്കേ, ഇവിടെ എന്താ ഉണ്ടായത്? ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രിക്ക് താഴെയുള്ള എലമെൻസിനൊക്കെ എന്താക്കി? 0 ആക്കി മാറ്റി. സോ ആ കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ സെക്കൻഡ് റോ എടുക്കാം. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി ചെയ്താൽ നോക്കുക. അത് ഇതല്ലേ ഫസ്റ്റ് നോൺ സീറോ എൻട്രി? ഇതാണ്. ഇതിന് താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആണെന്ന് ചെക്ക് ചെയ്യുക. പക്ഷെ അത് 0 അല്ല. ഇവിടെ ഒരു 3 ഇല്ലേ, അത് 0 അല്ല. അപ്പോൾ നമ്മൾ അതിനെ 0 ആക്കണം. സോ വീണ്ടും R3യിൽ എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്യണം. പക്ഷേ ഇപ്രാവശ്യം എന്തുപയോഗിച്ചിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ R1 ഉപയോഗിച്ചിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത് അല്ലേ? പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ R2യിലുള്ള ഒരു എലമെൻറ്റിന് താഴെയുള്ള എലമെൻറ്റ്സിനെയാണ് 0 ആക്കാൻ പോകുന്നത്. സോ നമ്മൾ R2 യൂസ് ചെയ്തിട്ട് വേണം ഓപ്പറേഷൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ R2നെ യൂസ് ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ R2നെ യൂസ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് 0 ആക്കാനുള്ള നമ്പർ 3 ആണ്. 3നോട് എന്തോ ഒന്ന് മൈനസ് ചെയ്താൽ നമുക്ക് 0 കിട്ടണം. അത് 3 ആണെന്ന് നമുക്കറിയാലോ. അപ്പോൾ നോക്കിക്കേ, നമുക്ക് R2നെ യൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ ഈ R3നെ 0 ആക്കാൻ. ഇവിടെ നോക്കിക്കേ, R2ൽ കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്ന ടേമും 3 തന്നെയാണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ ഓപ്പറേഷൻ അപ്പോൾ എന്താണ്? R3 ചേഞ്ചസ് ടു R3 മൈനസ് R2. അപ്പോൾ നോക്കിക്കേ, ഇതെന്തായിട്ട് മാറി? ദിസ് ഈസ് ഈക്വൽ ടു R3യിലല്ലേ മാറ്റം വരുന്നത്. അപ്പോൾ R1ലും R2യിലൊന്നും മാറ്റങ്ങളില്ലല്ലോ. അപ്പോൾ അത് അതുപോലെ തന്നെ എഴുതി വെക്കാം. അപ്പോൾ ഇനി എവിടെയാണ് ചേഞ്ച് വരാൻ പോകുന്നത്? R3യിലാണ് ചേഞ്ച് വരാൻ. അപ്പോൾ നോക്കിക്കോ, R3യിലുള്ള ഫസ്റ്റ് ടേം 0 ആണ്. അപ്പോൾ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ R2ൽ നിൽക്കുന്ന ടേം എന്താണ്? R2ൽ നിൽക്കുന്ന ടേം 0 ആണ്. അപ്പോൾ 0 മൈനസ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് 0 തന്നെ കിട്ടി. സോ ഇവിടെ 0 ആയിട്ട് വരും. ഇനി നോക്കിക്കേ, ഇനി ഇവിടെ നിൽക്കുന്ന ടേം ഏതാണ്? അത് 3 ആണ്. 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് R2ൽ നിൽക്കുന്ന ടേം ഏതാണ്? അത് 3 തന്നെയാണ്. സോ 3 മൈനസ് 3 വീണ്ടും 0 എന്ന് വന്നു. ഇനി നോക്കിക്കേ, ഇവിടെ R3യിൽ വരുന്ന നമ്പർ ഏതാണ്? അത് -2 ആണ്. -2ന് കറസ്പോണ്ടിങ് ആയിട്ട് R2ൽ നിൽക്കുന്ന ടേം വീണ്ടും -2. സോ ദിസ് ഈസ് ഈക്വൽ ടു -2 + 2 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ 0. ഇനി നോക്കിക്കേ, ഇതിപ്പോൾ റോ എക്ലോൺ ഫോമിലല്ലേ? ഇവിടെ ഇപ്പോൾ റോ എക്ലോൺ ഫോമിലായിട്ടില്ലേ? നോക്കിയേ, ലാസ്റ്റ് 0 ആയിട്ടുള്ള ഒരു റോ ഉണ്ടെങ്കിൽ അത് ഏറ്റവും അവസാനം ഉണ്ടാവണം എന്നായിരുന്നു ഒരു റൂള്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. 0 ആയിട്ടുള്ള ഒരു റോ ഉണ്ട്. ആ റോ എവിടെ കിടക്കുന്നത്? അത് ഏറ്റവും അവസാനമാണ് കിടക്കുന്നത്. പിന്നെ എന്തായിരുന്നു ഒരു റൂള്? പിന്നുള്ള റൂള് എന്ന് പറഞ്ഞാൽ എല്ലാ റോയിലും ഫസ്റ്റത്തെ നോൺ സീറോ എലമെൻറ്റിന് താഴെയുള്ള നമ്പേഴ്സൊക്കെ 0 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് നോൺ സീറോ എൻട്രി 2 ആണ്. അതിന് തൊട്ട് താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആയി. അതുപോലെ തന്നെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 3 ആണ്. അതിന് തൊട്ട് താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആയി. സോ എന്താണ്? ആ കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ മെട്രിക്സ് ഇപ്പോൾ എന്തായിട്ടുണ്ട്? റോ എക്ലോൺ ഫോമിലായിട്ടുണ്ട്. സോ റോ എക്ലോൺ ഫോമിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? റോ എക്ലോൺ ഫോമിലായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? റോ എക്ലോൺ ഫോമിലായി കഴിഞ്ഞാൽ നമ്മൾ അതിൽ എത്ര നോൺ സീറോ ആയിട്ടുള്ള റോസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അത്ര തന്നെ ആയിരിക്കും അതിൻ്റെ റാങ്ക്. അപ്പോൾ ഇവിടുത്തെ നോൺ സീറോ ആയിട്ടുള്ള റോസ് നോക്കി. ഫസ്റ്റത്തെ റോ നോൺ സീറോ അല്ലേ? കാരണം അതിൽ 0 അല്ലാത്ത എലമെൻറ്റ്സ് ഉണ്ട്. സെക്കൻഡ് റോയിൽ നോൺ സീറോ അല്ലേ? കാരണം അതിൽ 0 അല്ലാത്ത 2 എലമെൻറ്റ്സ് ഉണ്ട്. അത് 3 - 2 ആണ്. തേർഡ് റോ നോൺ സീറോ അല്ല, കാരണം അതിലുള്ള എല്ലാ എലമെൻറ്റ്സും 0 ആണ്. അപ്പോൾ അതൊരു 0 റോ ആണ്. സോ ഇവിടെ എത്ര റോസ് ആണ് നോൺ സീറോ ആയിട്ട് വരുന്നത്? അത് 2 ആണ്. സോ റാങ്ക് ഓഫ് A ഈസ് ഈക്വൽ ടു 2 സിൻസ് നമ്പർ ഓഫ് നോൺ സീറോ rows number of non-zero rows in row echelon form is 2. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റെഗുലർ എക്സാമിനേഷൻ ഡിസംബർ 2024 അതായത് ഫസ്റ്റത്തെ ബാച്ചിൻ്റെ 2024 സ്കീമിൽ എഴുതിയ ഫസ്റ്റത്തെ ബാച്ചിൻ്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. സോ അതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ അതാണ് നമ്മളിവിടെ സോൾവ് ചെയ്തിരിക്കുന്നത്. ഇത് 2024 സ്കീമാരുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് -106 361 -513. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സ് അതുപോലെ തന്നെ എഴുതും. A ഈസ് ഈക്വൽ ടു -106 361 -513. ഇനി എന്താ ചെയ്യുക? ഇനി നമ്മൾ ഫസ്റ്റത്തെ റോയിലെ
ഫസ്റ്റത്തെ നോൺ സീറോ എൻട്രി നോക്കും, അത് -1 ആണ്. സോ അതിന് താഴെയുള്ള നോൺ സീറോ ആയിട്ടുള്ള നമ്പറുകളുണ്ടോ ചെക്ക് ചെയ്യും, അവരൊക്കെ എന്താക്കണം, നമ്മൾക്ക് 0 ആക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കുക, രണ്ടിടത്തും നോൺ സീറോ ആയിട്ടുള്ള എൻട്രീസ് ഉണ്ട്, അപ്പോൾ അതിന് നമ്മൾ 0 ആക്കണം. അപ്പോൾ ആദ്യം നമുക്ക് റോ 2ലുള്ള R2ലുള്ള എന്താ പറയുക എൻട്രീനെ 0 ആക്കാം. അപ്പോൾ R2ലുള്ള ആ നമ്പർ ഏതാണ്, -1ന് താഴെ ഉള്ളത്, അത് 3 ആണ്. സോ 3നോട് എന്തോ ഒന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം, 0 കിട്ടണം. അത് 3 ആണെന്ന് നമുക്കറിയാലോ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, R1ന് തൊട്ട് താഴെയുള്ള എലമെൻസിനെയാണ് 0 ആക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ഓപ്പറേഷൻ ചെയ്യുമ്പോഴും എന്താണ്, നമ്മൾ ഈ R1 യൂസ് ചെയ്തിട്ട് വേണം ഓപ്പറേഷൻ ചെയ്യാൻ, അത് നമുക്കറിയാലോ. അപ്പോൾ നോക്കിക്കുക, R1 യൂസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ടേം ഏതാണ്, -1 ആണ്. സോ -1 വരുന്ന രീതിയിൽ -1 യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതെന്ത് ചെയ്യാൻ, നമ്മളിവിടെ ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പോൾ 3 എന്ന് പറയുന്നത് R2ലുള്ള ഒരു നമ്പറാണ്, അത് നമുക്കറിയാലോ. അപ്പോൾ അത് അവിടെ തന്നെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ 3 - 3 = 0 ആണെന്ന് നമുക്കറിയാം. എനിക്ക് ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ, 3 + 3 × -1 എന്ന് എഴുതിക്കൂടെ. അത് തന്നെയല്ലേ ഇത്, 3 + 3 × -1, അത് തന്നെയല്ലേ ഇത്. -3 എന്ന് കിട്ടുന്നത് 3 × -1 ചെയ്താൽ പോരെ. അപ്പോൾ നോക്കിക്കേ, 3 എന്ന് പറയുന്നത് R2ലുള്ള ഒരു നമ്പറാണ്, -1 എന്ന് പറയുന്നത് R1ലുള്ള ഒരു എൻട്രിയാണ്. അപ്പോൾ നോക്കിക്കേ, നമ്മളപ്പോൾ R2ൽ എന്ത് ഓപ്പറേഷനാണ് അപ്പോൾ ചെയ്യേണ്ടത്, R2 ചേഞ്ചസ് ടു R2 + 3 R1 എന്ന് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് ഈ 3നെ 0 ആക്കി കിട്ടൂലേ. അതായത് R1ൽ താഴെയുള്ള എലമെൻറ്റിനെ 0 ആക്കണമെങ്കിൽ R1 യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, R1 യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ 3 0 ആവില്ല, ഇവിടെ ആവില്ലേ. എന്തായാലും അത് വരും, നമുക്ക് നോക്കാം. അതായത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇനിയിപ്പോൾ ഡൗട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇത് വന്നത് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം ഇത് എങ്ങനെ വരുന്നതെന്നുള്ളത്. അപ്പോൾ എന്താണ്, R2 ചേഞ്ചസ് ടു R2 + 3 R1 ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്കിത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഇതെന്തായിട്ട് മാറും. അപ്പം ആദ്യത്തെ റോയിൽ ഒരു മാറ്റങ്ങളും ഇല്ലാത്തതുകൊണ്ട് ആദ്യത്തെ റോ അതുപോലെ തന്നെ എഴുതി, -1 0 6. ഇനി നോക്കിക്കേ, R2ൽ ചേഞ്ചസ് ടു R2 + 3 R1. R2ൽ ഇവിടെയുള്ള നമ്പർ ഏതാണ്, അത് 3 ആണ്. 3 + 3 × R1ൽ കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്ന ടേം -1 ആണ്. സോ അതെന്തായിട്ട് മാറും, ദിസ് ഈസ് ഈക്വൽ ടു 3 3 × -1 എന്ന് പറഞ്ഞാൽ -3, അത് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ 0 വന്നു. ഇനി നോക്കിക്കേ, R2ൽ നിൽക്കുന്ന ടേം 6 ആണ്, ഇവിടെ 6ന് കറസ്പോണ്ടിങ് ആയിട്ട് R1ൽ നിൽക്കുന്ന ടേം 0 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 6 + 0 ആയിട്ട് മാറി. അപ്പോൾ ഇത് 6 ആയിട്ട് മാറി, 6. ഇനി നോക്കിക്കേ, 1 + 3 × അതായത് 1 ആണ് ഇവിടെ ഉള്ളത്. ഇനി 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്ന ടേം 6 ആണ്. സോ 1 + 3 × 6 എന്ന് പറഞ്ഞാൽ 18 ആണ്. സോ 19. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് എങ്ങനെയാണ് അത് വന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ 0 നമുക്ക് കിട്ടും ചെയ്തു, നമ്മൾ R1 യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ അതുപോലെ നമുക്ക് R3നെ ഒന്ന് മാറ്റി നോക്കാമല്ലോ. ഇനി R3 ചെയ്യുമ്പോൾ കുറച്ചും കൂടി മനസ്സിലായിക്കോളൂ. അപ്പോൾ R3 നോക്കിക്കേ, R3ൽ നമുക്ക് 0 ആക്കാനുള്ള ടേം -5 ആണ്. സോ നോക്കിക്കേ, -5ൽ എന്തോ ഒന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. -5ൽ എന്തോ ഒന്ന് മൈനസ് ആക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പം നമുക്കറിയാം -5നോട് +5 ചെയ്താൽ നമുക്ക് 0 കിട്ടൂലേ, ഇല്ലേ. -5നോട് +5 ചെയ്താൽ നമുക്ക് 0 കിട്ടൂലേ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, -5 ആണ് നമ്മുടെ R3ലുള്ള ടേം. അപ്പോൾ R3ലാണ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കറിയാം R1ന് തൊട്ട് താഴെയുള്ള എലമെൻറ്റ്സ് നമ്മൾ 0 ആക്കുന്ന സമയത്ത് R1 യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, അവിടെ റോ ഓപ്പറേഷൻ നടത്താൻ. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ഇവിടെ R1ലെ ഒരു ടേമിന് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത് നോക്കിക്കോ കേട്ടോ. -5, ഈ +5നെ എനിക്ക് -1 × -5 എന്ന് എഴുതിക്കൂടെ. കാരണം 5 എന്ന് പറയുന്നത് -1 × -5 എന്നല്ലേ, അല്ലേ. -1 × -5 എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പോൾ എനിക്ക് -1 × -5 എന്ന് എഴുതിക്കൂടെ. ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നോക്കിക്കേ, ഇത് R3ലുള്ള ഒരു ടേമാണ്, ഇത് നമ്മുടെ R1ലുള്ള ടേമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്പറേഷൻ കിട്ടിയില്ലേ. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്, R3 ചേഞ്ചസ് ടു R3 + 5 R1. സോറി, 5 അല്ല, -5 R1. അങ്ങനെയല്ല വരിക, കാരണം ഇവിടെ -5 അല്ല ഉള്ളത്. -5 R1 അല്ലേ. അപ്പം R3 ചേഞ്ചസ് ടു R3 - 5 R1. അപ്പം നമുക്ക് ഇനിയിപ്പോൾ എഴുതിയ തെറ്റാണെങ്കിലും നമുക്ക് എന്താണ്, നമുക്ക് ഇത് ചെയ്യുമ്പോൾ മനസ്സിലാവും, കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും.
നോക്കിക്കുക R3-ലല്ല നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്ക് R3-ലുള്ള ടേം -5 ആണ്. -5 ഇൻറ്റു കറസ്പോണ്ടിങ് ആയിട്ട് R1-ലുള്ള ടേം -1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -5. -5 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ +5. അപ്പോൾ ഈക്വൽ ടു 0. സോ ഇവിടെ 0 ആയി. ഇനി നോക്കിക്കേ R3-ലുള്ള ടേം 1 ആണ്. 1 - 5 ഇൻറ്റു ഇവിടെ R1-ലുള്ള ടേം വേണ്ട, ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടേം 0 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 - 0. അപ്പോൾ അത് 1 ആയി. 1. ഇനി അടുത്ത ടേം നോക്കിക്കേ, R3-ലുള്ള ടേം 3 ആണ്. 3 - 5 ഇൻറ്റു R1-ൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടേം അതാണ്, അത് 6 ആണ്. സോ 3 - 30 ദാറ്റ് ഈസ് ഈക്വൽ ടു -27. സോ -27 എന്ന് കിട്ടിയില്ലേ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ 0 എന്ന് വന്നു. അപ്പോൾ നമ്മുടെ ആവശ്യം എന്തായിരുന്നു? -1-ന് തൊട്ട് താഴെയുള്ള എലമെൻസിലൊക്കെ 0 ആക്കണം. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞില്ലേ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ മെട്രിക്സ് റോ എക്ലോൺ ഫോമിലാണോ? അല്ല. കാരണം എന്താണ്? ഇവിടെ സെക്കൻഡ് റോയിലുള്ള എലമെൻറ്റ് നോക്കിക്കേ, സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് നോൺ സീറോ എൻട്രീൻ്റെ താഴെയുള്ള എലമെൻറ്റ്സ് ഒന്നും 0 അല്ല. ഇവിടെ ഇപ്പോൾ ഒരു നോൺ സീറോ നമ്പർ ഇല്ലേ, അപ്പോൾ അതിനും കൂടി 0 ആക്കുകയാണെങ്കിൽ നമ്മുടെ മെട്രിക്സ് എന്താ? റോ എക്ലോൺ ഫോമിലാവും. റോ എക്ലോൺ ഫോമിലായാൽ മാത്രമേ നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് ചെയ്യണ്ടേ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ തേർഡ് റോയിലുള്ള എലമെൻറ്റിനാണ് നമ്മൾ 0 ആക്കാൻ പോകുന്നത്. സോ തേർഡ് റോയിലുള്ള എലമെൻറ്റ് എന്താണ്? 1 ആണ്. ഓക്കെ, 1-നോട് ഏതോ ഒരു നമ്പർ മൈനസ് ചെയ്താൽ 0 കിട്ടും നമുക്ക്. 1-നോട് ഏതോ ഒരു നമ്പർ മൈനസ് ചെയ്താൽ 0 കിട്ടും. അത് നമുക്ക് 1 ആണെന്ന് അറിയാം. 1 - 1 ആണ് 0. പക്ഷെ നോക്കിക്കേ, നമ്മൾ R2-ന് തൊട്ട് താഴെയുള്ള എലമെൻസിൽ 0 ആക്കുന്ന സമയത്ത് R2 യൂസ് ചെയ്തിട്ട് വേണം അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ. R2-ലുള്ള എലമെൻറ്റ് 6 അല്ലേ. അപ്പോൾ നമ്മൾ 6-നോട് ഇപ്പോൾ ഇതുവരെ ചെയ്ത് വെച്ചിട്ട് 6-നോട് എന്തെങ്കിലും ഇൻറ്റീജർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഒരിക്കലും 1 കിട്ടാൻ പോകുന്നില്ല. എന്തെങ്കിലും ഫ്രാക്ഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ, എന്നാലല്ലേ നമുക്ക് 1 എന്നുള്ള ഒരു നമ്പർ അവിടെ കിട്ടുള്ളൂ. 1 - 1/6 ഇൻറ്റു 6 എന്ന് ചെയ്യും. അപ്പോൾ 1 എന്ന് കിട്ടുമല്ലോ. 1/6 ഇൻറ്റു ഇവിടുത്തെ 6 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ R2-ലുള്ള ടേമാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, R3-ലുള്ള ടേമാണ്. അങ്ങനെയാണ് പൊതുവേ ചെയ്യാറുള്ളത്. പക്ഷേ ചില സമയങ്ങളിൽ ഈ ഫ്രാക്ഷൻ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ചില സമയങ്ങളിൽ ഫ്രാക്ഷൻ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഏതാണ്? R3 ചേഞ്ചസ് ടു R3 - 1/6 R2. അങ്ങനെ തന്നെ വരാമെന്ന് നോക്കട്ടെ. 1 - 1/6 ഇൻറ്റു 6. അപ്പോൾ 1 - 1 0. കറക്റ്റാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ നിങ്ങൾക്ക് എടുക്കാം, ഒരു തെറ്റുമില്ല. പക്ഷെ ചില ആൾക്കാർക്ക്, ഇപ്പം ചില കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫ്രാക്ഷൻ വരുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. ഇത് ശരിയാണ് കേട്ടോ. ഈ R3 - 1/6 R2 കറക്റ്റാണ്. പക്ഷെ വേറൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു ബന്ധമില്ലാത്ത രണ്ട് നമ്പേഴ്സ് ഒന്ന് 6-നോട് ഏതെങ്കിലും ഒരു ഇൻറ്റീജർ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും 1 കിട്ടൂല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെയുള്ള നമ്പർ 6 അല്ലേ, ആ 6-നോട് ഈ R3-ലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 1-നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ R2-ലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ ചെയ്തത്? 6 എന്ന് പറയുന്നത് എവിടുത്തെ നമ്പറാണ്? 6 എന്ന് പറയുന്നത് R2-ലുള്ള നമ്പറാണ്. 1 എന്ന് പറയുന്നത് R3-ലുള്ള നമ്പറാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ നോക്കിക്കേ, 6 ഇൻറ്റു R3, 1 ഇൻറ്റു R1 എന്നായി, R2 എന്നായി. ഓക്കെ, 6 ഇൻറ്റു R3, 1 ഇൻറ്റു R1. അപ്പോൾ എന്തോ ഒരു സാധനം ഇവിടെ ചെയ്യണം. പ്ലസ്സോ മൈനസോ ഇവിടെ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ 0 കിട്ടും. അപ്പോൾ നോക്കാം, നമുക്ക് മൈനസ് ചെയ്യാൻ 0 ആക്കാനുള്ള നമ്പർ 1 ആണല്ലോ. അപ്പോൾ നോക്കിക്കേ, 6 ഇൻറ്റു R3-ലുള്ള നമ്പർ ഏതാണ്? അത് 1 ആണ്. ഇവിടെ 1 ഇൻറ്റു ഇവിടെ R2-ലുള്ള നമ്പർ ഏതാണ്? അത് 6 ആണ്. ഓക്കെ, 6 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ അത് 6 ആണ്. 1 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 6 - 6 വന്നാലല്ലേ ഇവിടെ 0 ആവുള്ളൂ. സോ ഇവിടെ വരേണ്ട ഓപ്പറേഷൻ ഏതാണ്? അത് മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്? ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കുക, ഇങ്ങനെ ഒരു ബന്ധമില്ലാത്ത നമ്പർ വരികയാണെങ്കിൽ ഇതാ ഇങ്ങോട്ടേക്കും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 6-ന് ഇങ്ങോട്ടേക്ക് കൊടുക്കുക, 6-ന് R3-ലേക്ക് കൊടുക്കുക, 1-ന് R2-ലേക്ക് കൊടുക്കുക, എന്നിട്ട് മൈനസ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് തോന്നുന്നുണ്ടാവുക. പൊതുവേ ഇതാണ് കുറേ പേർക്ക് എളുപ്പമായിട്ട് തോന്നാറുള്ളത്. അതുകൊണ്ടാണ് ഈ മെത്തേഡ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നേരെ 1/6 അങ്ങ് എഴുതി ചെയ്താൽ മതി. അപ്പോൾ ഈ മെത്തേഡ് ഉണ്ട്, ഇതും നമുക്ക് യൂസ് ചെയ്യാം. സോ അപ്പോൾ എന്താണ് നമ്മുടെ R3 എന്തായിട്ട് മാറി? നമ്മളിവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്? R3 ചേഞ്ചസ് ടു 6R3 മൈനസ് R2. ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ. അപ്പം നമുക്ക് നോക്കാം അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പം R3-ലാണ് മാറ്റം വരുന്നത്, അതുകൊണ്ട് ബാക്കിയുള്ള റോസ് അതുപോലെ തന്നെ നമ്മൾ എഴുതും. 0, 6, 19. ഇനി നോക്കിക്കാൻ R3-ലുള്ള നമ്പർ ഏതാണ്? R3-ൽ നിൽക്കുന്ന നമ്പർ 0 ആണ്. ഓക്കെ, R3-ൽ നിൽക്കുന്ന നമ്പർ 0 ആണ്. സോ 6 ഇൻറ്റു 0 മൈനസ് R2-ലുള്ള നമ്പർ ഏതാണ്? അത് 0 ആണ്. സോ 0 - 0, അപ്പോൾ 0 ആയിട്ട് മാറി. ഇനി 6 ഇൻറ്റു R3-ൽ നിൽക്കുന്ന നമ്പർ 1 ആണ്, മൈനസ് R2-ൽ കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്ന നമ്പർ 6 ആണ്. സോ 6 - 6 അത് 0 ആയിട്ട് മാറി. സോ ഇവിടെ 0 ആയിട്ട് വന്നു.
ഇനി അടുത്തത് 6 ഇൻറ്റു -27. ഓക്കെ, മൈനസ് ഇവിടെ ഉള്ളത് 19 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -162 -19 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു -181. അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം -181. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ഇപ്പോൾ റോ എക്ലോൺ ഫോമിലല്ലേ. ഇപ്പോൾ നോക്കിക്കേ, എല്ലാ റോയിൻ്റെയും ആദ്യത്തെ റോ എടുക്കുക. എല്ലാ റോയിൻ്റെയും ആദ്യത്തെ നോൺ സീറോ എൻട്രിക്ക് താഴെയുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആണ്. അപ്പോൾ ഇവിടെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ റോയിൻ്റെ ആദ്യത്തെ നോൺ സീറോ എൻട്രിയുടെ താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആണ്. മൂന്നാമത്തെ റോയിൻ്റെ ആദ്യത്തെ നോൺ സീറോ എൻട്രിക്ക് താഴെ നമ്പർ ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് 0 ആണ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതിപ്പോൾ റോ എക്ലോൺ ഫോമിലല്ലേ ഉള്ളത്, ഇത് ഇപ്പോൾ റോ എക്ലോൺ ഫോമിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ റാങ്ക് കാണാം? റാങ്ക് ഈസ് ഈക്വൽ ടു, റാങ്ക് എന്തായിരിക്കും? റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു 3 ആണ്. കാരണം എന്താണ്? റോ എക്ലോൺ ഫോമിലാക്കി കഴിഞ്ഞതിന് ശേഷം എത്ര നോൺ സീറോ ആയിട്ടുള്ള റോസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ് റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു 3? അതിൻ്റെ റീസൺ എന്താണ്? സിൻസ് നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ റോ എക്ലോൺ ഫോം ഈസ് 3. അതുകൊണ്ടാണ് ഇതിൻ്റെ റാങ്ക് 3 ആയത്. സോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെയും അതുപോലെ തന്നെ റെഗുലർ എക്സാമിനേഷൻ്റെയും ഒരു ക്വസ്റ്റ്യൻ വീതം നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.